ഹമാസിന്റെ പിടിയിൽ ബന്ദിയായിരുന്ന നാളുകളെപ്പറ്റി യുഎൻ സെക്യൂരിറ്റി കൗൺസിലിൽ മനസ്സു തുറന്ന നോവ അർഗമണി. ഹമാസ് പിടിയിലെ കാലയളവിനെ നരകം എന്ന് വിശേഷിപ്പിച്ച നോവ എല്ലാ ബന്ദികളെയും അവിടെ നിന്ന് മോചിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവളുടെ വാക്കുകളിലേക്ക്: ഇന്ന് ഞാൻ ഇവിടെയായിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. എന്റെ പേര് നോവ അർഗമണി. ഒക്ടോബർ 7 നോവ സംഗീതോത്സവത്തിൽ നിന്ന് ഹമാസ് ഭീകരർ എന്നെയും എന്റെ പങ്കാളിയെയും ബലം പ്രയോഗിച്ച് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ ആകെ ഭയത്തോടെ ഒരു പേടിസ്വപ്നത്തിലാണ് ജീവിച്ചത്. 8 മാസത്തെ തടവിന് ശേഷം ഇസ്രായേൽ സൈനികർ എന്നെ രക്ഷിച്ചു. എന്റെ പങ്കാളിയായ അവിനാദൻ ഓർ ഉൾപ്പെടെ പല ബന്ദികളും കരാറിന്റെ 2ാം ഘട്ടത്തിൽ മാത്രമേ മോചിപ്പിക്കപ്പെടുകയുള്ളൂ. നിരപരാധികളെ അവരുടെ കിടക്കയിൽ നിന്ന്, ചിലരെ ഒരു നൃത്ത പാർട്ടിയിൽ നിന്ന്, അവരുടെ സാധാരണ ജീവിതങ്ങളിൽ നിന്ന് നരകത്തിലേക്കാണ് അവർ കൊണ്ടുപോയത്. എന്റെ കൂടെയുണ്ടായിരുന്ന യോസി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. എന്റെ ഒപ്പമുണ്ടായിരുന്ന ഇറ്റായിയെ അവർ കൊലപ്പെടുത്തി. ഇറ്റായിക്കും യോസിക്കും എന്താണ് സംഭവിച്ചതെന്നും എനിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വൈദ്യസഹായം ആവശ്യമാണെന്നും വിവരിക്കുന്ന ഒരു വീഡിയോ ഹമാസ് പ്രസിദ്ധീകരിച്ചു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ഡോക്ടർമാരില്ല, റെഡ് ക്രോസ് ഇല്ല, ഒന്നുമില്ല. ആ നിമിഷം മുതൽ 5 തീവ്രവാദികളോടൊപ്പം ഞാൻ തനിച്ചായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയുള്ള ഓരോ നിമിഷവും അപകടകരമാണ്. ജീവനോടെ അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നും യുഎന്നിനെ അഭിസംബോധന ചെയ്ത് നോവ കൂട്ടിച്ചേർത്തു. 2023 ഒക്ടോബർ 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് നോവ അർഗമണിയെ ഹമാസ് ഭീകരർ ബലമായി മോട്ടോർ സൈക്കിളിൽ കയറ്റി ഗാസയിലേക്ക് വലിച്ചിഴച്ച് തട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചവയായിരുന്നു.